ആസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഏത്തപ്പഴം വെച്ചിട്ട് വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തി സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. നമ്മളിവിടെ എടുത്തേക്കുന്നത് 4 ഏത്തപ്പഴമാണ്. അതെല്ലാം നമുക്ക് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത പഴങ്ങളെല്ലാം ഒന്ന് മൊരിയിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്കിതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യുടെ മണവും ടേസ്റ്റൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ലേ, അവർക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടേസ്റ്റിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും, അത്രയേ ഉള്ളൂ. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പഴം ചേർക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ പഴം ഒന്ന് ബ്രൗൺ ആവുന്ന രീതിയിലൊന്ന് മുരിച്ചെടുത്താൽ മതി. ഒരുപാട് നേരം ഇട്ട് വഴറ്റി ഒരു കുഴഞ്ഞ രൂപത്തിലൊന്നും ആക്കിയെടുക്കണ്ട. നമ്മുടെ പഴം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പഴം ഒന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് കേട്ടോ മുട്ട ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 4 പഴം ചേർത്തേക്കല്ലേ, അതുകൊണ്ടാണ് ഞാനിവിടെ 4 മുട്ട ചേർത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതില്ല എങ്കിൽ ഇതിന് പകരം നമുക്ക് ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി. 4 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ചേർക്കാം. നമ്മൾ നല്ല പഴുത്ത പഴമല്ലേ ചേർത്തേക്കുന്നത്, അപ്പോൾ ഇതൊരു കറക്റ്റ് അളവാണ്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മധുരം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. 4 ടേബിൾ സ്പൂൺ പശുവും പാലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മധുരവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ വീഡിയോ വന്നിട്ടില്ല, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഒന്ന് മെൽറ്റായി കിട്ടത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡയറക്റ്റ് ഫ്ലെയിം കൊടുത്ത് വേവിക്കുകയാണെങ്കിൽ നമ്മൾ മുട്ടയൊക്കെ ചേർത്തതല്ലേ, പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്കിതുപോലെ അടിയിലൊരു പാൻ വെച്ച് കൊടുക്കാം. പാനിലൊന്ന് ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടി നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നമ്മൾ നേരത്തെ മുട്ടയും പാലും പഞ്ചസാരയൊക്കെ വെച്ച് ഒരു മിക്സ് റെഡിയാക്കിയിട്ടില്ലായിരുന്നു, അതിലേക്ക് ചൂടാറിയ ഏത്തപ്പഴം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കണം. ഞാനൊരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കത്തി വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. അതിലൊന്നും ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ നമ്മളിത് വെന്ത് കിട്ടിയെന്നാണ് അർത്ഥം. അപ്പോൾ എൻ്റെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു 25 മിനിറ്റ് ആയപ്പോൾ തന്നെ. ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം എല്ലാ സൈഡും ഒന്ന് വിടുവിച്ച് കൊടുത്തതിന് ശേഷം മറിച്ചിടുന്നതാണ് നല്ലത്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടോടുകൂടി തന്നെയാണ് മറിച്ചിടുന്നത്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. മറിച്ചിട്ട് കൊടുത്തപ്പോൾ പൊട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ നമുക്ക് റെഡിയാക്കി എടുക്കാൻ. വേവാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നല്ലേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.